ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു. തൃശൂർ പൂരം കലക്കിയത് കേന്ദ്ര സഹായം ആവശ്യമുള്ള ആരോ ആണെന്നാണ് പറഞ്ഞത്. അതും അദ്ദേഹം മുഖ്യമന്ത്രിക്കെതിരെ ചെയ്ത ഒളിയമ്പായിരുന്നു. എന്നാൽ ഇത് മുഖ്യമന്ത്രിയാണോ ഉദ്ദേശിക്കുന്നത് എന്ന് വാർത്താമാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ കൃത്യമായി അദ്ദേഹം മറുപടി പറഞ്ഞതുമില്ല. ഇവിടെ BJPക്ക് ആർക്കാണ് ഒരു സീറ്റ് ഉണ്ടാക്കി കൊടുത്ത് അതിലൂടെ കേന്ദ്ര നേതൃത്വവുമായി ചില അഡ്ജസ്റ്റ്മെന്റുകൾ നടത്താൻ ആർക്കാണോ ആവശ്യം ആ വ്യക്തി നിർദ്ദേശം കൊടുത്തിട്ടുണ്ടാവും. ആർക്ക്? ADGPക്ക്. ആ വ്യക്തി മുഖ്യമന്ത്രിയെക്കുറിച്ചും അതുപോലെ PA മുഹമ്മദ് റിയാസിനെ കുറിച്ചും അതേപോലെ P ശശിയെക്കുറിച്ചും ADGP MR അജിത് കുമാറിനെ കുറിച്ചും ഒക്കെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വളരെ നേരിട്ട് വ്യക്തമായ വിമർശനങ്ങളും ആരോപണങ്ങളുമാണ് PV അൻവർ ഉയർത്തിയത്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ വാർത്താ സമ്മേളനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്നാൽ ആ വാർത്താ സമ്മേളനത്തിൽ ഒക്കെ അദ്ദേഹം പാലിച്ച നിയന്ത്രണമൊന്നും അദ്ദേഹം ഈ വാർത്താ സമ്മേളനത്തിൽ നിലമ്പൂരിൽ അദ്ദേഹം കാണിച്ചില്ല. അദ്ദേഹം യഥാർത്ഥത്തിൽ ചരട് വെട്ടിയ ഒരു പട്ടം പോലെ വാർത്താ സമ്മേളനത്തിനിടയിൽ പോകുന്നുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം പറയാൻ തീരുമാനിച്ചു വന്നതുപോലെയായിരുന്നു പലപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രകടനം. ഇപ്പോൾ കോഴിക്കോട് നിന്ന് ദീപക് ധർമ്മടം നമുക്കൊപ്പം ചേരുകയാണ്. ദീപക്, ശരിക്കും PV അൻവർ ഉറഞ്ഞു തുള്ളുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിന് ഒരുപാട് സംഭവങ്ങൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ളതുപോലെ തിളച്ചു പൊങ്ങുന്നുണ്ടായിരുന്നു. ഇന്ന് MR അജിത് കുമാറിനെ കുറിച്ചും P ശശിയെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞതൊക്കെ തന്നെ ഈ സ്വർണം പൊട്ടിക്കലുമായി വരെ ബന്ധമുണ്ട് എന്നുള്ള രീതിയിലായിരുന്നു. ഒരുപക്ഷെ വളരെ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലുള്ള വിമർശനങ്ങളാണ് PV അൻവർ പറഞ്ഞത്. SK, ഇതിൽ 3 കാര്യങ്ങളാണ് പ്രധാനമായുള്ളത്. ഒന്ന്, സമീപകാല രാഷ്ട്രീയ ചരിത്രത്തിൽ CPIM ഇത്രയും ആക്രമണങ്ങൾ നേരിട്ട, അതായത് CPIM മറുപടി പറഞ്ഞ് നിൽക്കാൻ പറ്റാത്ത വിധത്തിലേക്ക് ആകുന്ന ഒരു സംഭവം സമീപകാലത്തുണ്ടായിരുന്നില്ല. നമ്മൾ മലപ്പുറം സമ്മേളനം, പാർട്ടിയിൽ ഏറ്റവും വിഭാഗീയത ഉണ്ടായിരുന്ന കാലത്ത് VS പിണറായി വിജയനെതിരെ സംസാരിക്കുന്ന കാലത്ത്, ആ കാലത്ത് പോലും പിണറായിയോ പാർട്ടിയോ ഇത്തരം പ്രതിക്കൂട്ടിലായില്ല, അല്ലെങ്കിൽ ഇത്രയും പ്രതികൂലമായ സാഹചര്യം നേരിടേണ്ടി വന്നില്ല എന്നുള്ളത് വസ്തുതയാണ്. അതേ മലപ്പുറം ജില്ലയിലെ നിലമ്പൂരിൽ നിന്നാണ് അൻവർ, അതായത് പാർട്ടി വോട്ട് വാങ്ങി ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായി സ്വതന്ത്രനായി ജയിച്ച അൻവർ കൃത്യമായി മുഖ്യമന്ത്രിയെ ലക്ഷ്യമിടുന്നു എന്നുള്ളതാണ്. അതായത് നേരത്തെ ടാർഗറ്റ് ADGP ആയിരുന്നു, അത് കഴിഞ്ഞ് P ശശിയായി. എന്നാൽ ഇപ്പോൾ വളരെ കൃത്യമായി ലക്ഷ്യമിടുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അതിനൊപ്പം തന്നെ മന്ത്രി മുഹമ്മദ് റിയാസിനെയും കൂടി ചേർത്ത് പിടിക്കുന്നു ആ ആരോപണങ്ങളിൽ എന്ന് പറയുമ്പോൾ അൻവർ കൃത്യമായ ലക്ഷ്യത്തിലേക്ക് ഇപ്പോഴാണ് എത്തിയത്. ബാക്കിയെല്ലാം മാർഗമായിരുന്നു എന്നുള്ളത് നമ്മൾ വിലയിരുത്തേണ്ടി വരും. പക്ഷേ എന്നാൽ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയും സർക്കാരും വലിയ അളവോളം പ്രതിക്കൂട്ടിലായ സാഹചര്യമുണ്ട് SKN. കാരണം P ശശിയുടെ വിഷയത്തിൽ പാർട്ടി ക്ലീൻ ചീറ്റ് നൽകി. പക്ഷേ എന്നാൽ ആവർത്തിച്ചു പറയുന്നു ഇതെല്ലാം മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ടാണ് എന്ന്. ഒരു പടി കൂടി അപ്പുറത്തേക്ക് കടക്കുന്ന സാഹചര്യമാണ് അൻവർ ഉണ്ടാക്കിയത്. അതായത് അൻവർ ഉണ്ടാക്കിയ ഡാമേജ് പാർട്ടിക്ക് പെട്ടെന്ന് പരിഹരിക്കുക എളുപ്പമല്ല എന്ന് ഉറപ്പാണ്. പാർട്ടി ബ്രാഞ്ച് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുന്നു. ലോക്കൽ സമ്മേളനത്തിലേക്ക് അടുത്ത മാസത്തോടെ കടക്കുന്നു. ജില്ലാ സമ്മേളനങ്ങളിലേക്ക് പോവാണ്. ഈ സമ്മേളനങ്ങളിൽ പോലും ചിലപ്പോൾ ഇനി കൂടുതൽ ചർച്ചകൾ ഈ രീതിയിൽ വരാനുള്ള സാധ്യതയുണ്ട്. കാരണം പാർട്ടി നിലപാട് വിശദീകരിച്ചെങ്കിൽ പോലും ആ നിലപാട് വിശദീകരിച്ചതിൽ നിന്നും അതിന് അനുസരിച്ചല്ല പിന്നീട് അൻവറിൻ്റെ പ്രതികരണം. കാരണം കഴിഞ്ഞ ഞായറാഴ്ച വൈകുന്നേരം അൻവർ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റ് തൽക്കാലം പ്രതികരിക്കുന്നില്ല, അന്വേഷണത്തോട് സഹകരിക്കുന്നു എന്നാണ്. ആ അൻവർ പിന്നീട് ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ആ ആരോപണങ്ങളെല്ലാം നേരെ മുഖ്യമന്ത്രിക്ക് നേരെ ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഇതിൽ കൃത്യമായ അജണ്ടയുണ്ട്, ലക്ഷ്യമുണ്ട്. പക്ഷേ അൻവർ ഉന്നയിക്കുന്ന പല ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി ഇപ്പോഴും നൽകാൻ സർക്കാരിനോ പാർട്ടിക്കോ സാധിച്ചിട്ടില്ല എന്നുള്ളൊരു പ്രധാന ഘടകമാണ്. പ്രത്യേകിച്ച് ഈ സ്വർണം കടത്തുമായി ബന്ധമുണ്ട് അൻവറിന് എന്ന സൂചന നൽകുന്ന വിധത്തിലൊക്കെ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പക്ഷേ അൻവർ ഇന്ന് ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യവും അതുതന്നെയാണ്. മറ്റൊരു കാര്യം, ഈ സ്വർണം കടത്ത് പിടിക്കുന്ന പോലീസ് സ്വർണം മുക്കുന്നു എന്ന ആരോപണം. ഇത്തരത്തിൽ ആരോപണങ്ങൾ ഒരുപാട് തൊടുത്തുവിടുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം P ശശിയിലേക്ക്, പൊളിറ്റിക്കൽ സെക്രട്ടറിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ ശശി അവിടെ അവസാനിച്ചെങ്കിൽ ഇപ്പോൾ അത് എലിവേറ്റ് ചെയ്ത് അത് ഉയർന്ന് മുഖ്യമന്ത്രിയിലേക്കും മന്ത്രി മുഹമ്മദ് റിയാസിലേക്കും എത്തുന്നു എന്നുള്ളതാണ്. ഒരുപക്ഷെ പിണറായി വിജയനെതിരെ ഇത്തരത്തിൽ 2 മണിക്കൂർ നീളുന്ന ഒരു വാർത്താ സമ്മേളനം കേരളത്തിൻ്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ പാർട്ടി ഏത് രീതിയിൽ ഇതിനെ നേരിടും, ഇനി വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും സർക്കാർ ഇതിനെ കാണാൻ പോകുന്നത് എന്നുള്ളത് നിർണായകമാണ് SKN.